അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്ത എക്സൽ ഫോർമുല ഫങ്ഷൻസ് എനിക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോണത് ഇൻഡെക്സ് എന്നുള്ളൊരു ഫങ്ഷനാണ്. SAPയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ് ഇൻഡെക്സ് എന്നുള്ളത്. അപ്പോൾ ഇത് പല സ്ഥലത്തും നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തരത്തിലൊക്കെ പറഞ്ഞേക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണത്. ഞാനിപ്പോൾ തന്നെ പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആവുന്നത്. ഇതായിട്ട് ഞാൻ ബന്ധപ്പെട്ട് പറയണത് ഒന്ന് ഇൻഡെക്സ് ആണ് പറയാറ്, നമ്മൾ കാണാറുള്ളത്. പിന്നെ നമ്മൾ മാച്ച് എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ കാണാറുണ്ട് ക്ലാസ് എടുക്കണത്. രണ്ടാമത്തത് നമ്മൾ മാച്ചിൽ തന്നെ മാച്ച് ചെയ്യുമ്പോൾ അതിൽ വാലിഡേഷൻ കൊടുത്തിട്ട് കാണാറുണ്ട്. ഇങ്ങനെ 3 കാര്യമാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ ഇൻഡെക്സ്, ഇൻഡെക്സ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ടേബിൾ തന്നോന്നായിരിക്കും നമുക്ക്. ഇതുപോലെയല്ല, ചിലപ്പോൾ അതിൽ ആയിരക്കണക്കിന് താഴത്തേക്ക് ഇങ്ങനെ ആയിരക്കണക്കിന് വരികളുണ്ടായിരിക്കും, താഴത്തേക്ക് റോകൾ താഴത്തേക്ക്. ഇതിപ്പോൾ നമ്മൾ 1, 2, 3 ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ. 1, 2, 3 ഇങ്ങനെ ഓരോ വരികളുണ്ടല്ലോ ഇടയ്ക്ക്. ഇതിന് പകരം ചിലപ്പോൾ ആയിരക്കണക്കിനോ 10,000കണക്കിനോ വരികളുണ്ടാവും. ഇവിടേക്കും ചിലപ്പോൾ നമ്മൾ 100 കണക്കിന് ഇതുണ്ടായിരിക്കാം. റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കോളങ്ങൾ, ഇങ്ങനെ 1, 2, 3, 4, 5, 6, 8 ഇങ്ങനെ കുറേ കോളങ്ങൾ ഉണ്ടായിരിക്കും. ഇതിപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ഒരു ചെറിയ ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഈ ഇൻഡെക്സ് എന്നൊക്കെ എടുത്തിട്ടുണ്ട്, കണ്ടോ, കണ്ടൻറ്റ്. സാധാരണ നമ്മളൊരു പുസ്തകത്തിൻ്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേജ് നമ്പറും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പേജ് നമ്പർ കാണാം. കണ്ടോ, ഇപ്പോൾ നോക്ക്. ഇപ്പോൾ ഈ ഒരു ചാപ്റ്റർ 1ൻ്റെ 1ാമത്തെ പേജിലാണ്. ചാപ്റ്റർ 2 5ലാണ്. ഇൻഡെക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് കോളം റെഫറൻസിലാണെന്ന് കാണാം. അതുപോലെ ഈ കോളം റെഫറൻസ് കൊടുത്താൽ ആ കോളം റെഫറൻസിൽ ഏത് വാല്യൂ ഉണ്ടെന്ന് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ എടുത്തോ, ഇത് ഇപ്പം നിങ്ങൾ ഈ വാല്യൂ കണ്ട, ഇതൊരു ബുക്കിൻ്റെ ഇൻഡെക്സ് ആണ്. ഇതിൽ നമ്മൾ ഈ വാല്യൂ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏത് പേജ് നമ്പർ ഉണ്ടെന്ന് കാണാം. അതുപോലെ ഈ പേജ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഈ വാല്യൂ കാണാം. ഇതൊരു ബുക്കിൻ്റെ ഇതുപോലെ തന്നെയാണ് എല്ലാ ബുക്കും. കണ്ടോ, ഇതിൻ്റെ ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു വാല്യൂ ഉണ്ടോ, ഒരു കാര്യം ഉണ്ടാവും. കണ്ടോ, ബ്രൗൺ വില്യം 14. അതുപോലെ നമ്മൾ 14 എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ബ്രൗൺ വില്യം എന്നും കാണാം. ഇതാണ് ഇൻഡെക്സിന് ഉദ്ദേശിക്കുക. എക്സലും ഇത് തന്നെയാണ് ഇൻഡെക്സ്. നമ്മൾ ഇത്ര 3 ടേബിൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, അല്ല നമ്മളിപ്പോൾ നോക്ക്, ഈ റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 2ാമത്തെ റോ, ഇതിപ്പോൾ ഞാൻ എടുക്കണം. ഈ ബോബ് വില്യംസ് ഉള്ള ഞാൻ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 1ാമത്തെ ലൈൻ 2ാമത്തെ ലൈനാണിത്. അപ്പോൾ 2ാമത്തെ റോ ആണ് ഇതിൽ, ഈ ലിസ്റ്റിൽ. ഇത് ഹെഡിങ്, ഇത് 1ാമത്തെ ലൈൻ 2ാമത്തെ ലൈൻ. ഞാൻ ഇവിടെ റോക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ കോളം നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇത് 1ാമത്തെ കോളം, കണ്ട, ഈ ഡാറ്റയുള്ള 1ാമത്തെ കോളം. ഇത് 2ാമത്തെ കോളം, ഇത് 2ാമത്തെ കോളം, ഇത് 3ാമത്തെ കോളം, കണ്ടില്ലേ, 4ാമത്തെ കോളം, 5ാമത്തെ കോളം. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ബോബ് വില്യംസ് എന്ന് പറയുകയാണെങ്കിൽ 2ാമത്തെ റോ 2ാമത്തെ കോളം. ഇനിയിപ്പോൾ IT എന്നുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഏതാ പൊസിഷനാണ് നമ്മളിവിടെ പറയുക. 2ാമത്തെ റോയില് 3ാമത്തെ കോളം. 75,000 എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2ാമത്തെ റോയില് 4ാമത്തെ കോളം. ഇപ്പോൾ ഈ 65,000 എവിടെ വരുന്ന ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് 4ാമത്തെ റോയില് 4ാമത്തെ കോളം. അങ്ങനെയാണ് ഇത് വരിക. അപ്പോൾ നമ്മൾ 4ാമത്തെ റോയില് 4ാമത്തെ കോളം എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ എമൗണ്ട് കിട്ടണം, നമുക്ക് ഈ എമൗണ്ട് വരണം. ഇതാണ് നമ്മൾ ഇൻഡെക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ 1ാമത്തെ റോ 1, 4ാമത്തെ കോളം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എമൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റണം. അതാണ് ഇൻഡെക്സ്. ഇത്രയുള്ള ഇൻഡെക്സ് നമ്മൾ, അതായത് ഈ 1, 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എമൗണ്ട് വരണം. അതുപോലെ നമ്മൾ ഈ 3, 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3, 4 ഇതിൽ വരുന്നത് ഈ 50,000 വരണം. അതുപോലെ നമ്മൾ കൊടുക്കുന്നത് 2, 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത്, അപ്പോൾ IT വരണം. ഇനിയിപ്പോൾ നമ്മൾ 3,
ഇത് രണ്ടാമത്തെ കോളം കൊടുത്തായിരിക്കും. അപ്പോൾ ഇത് വരണം, ഈ വാല്യൂ വരണം. അതായത് നമ്മൾ സെല്ലിൻ്റെ റെഫറൻസ് നമ്പർ കൊടുക്കുമല്ലോ, 1 2 ഇന്ന റോ ഇന്ന കോളം കൊടുക്കുമ്പോൾ നമുക്ക് അതിലുള്ള വാല്യൂ വരണം. അതിനെ പറയുന്ന പേരാണ് ഇൻഡെക്സ്. അതിനൊരു ഫോർമുല ഇൻഡെക്സ് എന്ന് പറയാനുള്ള ഫോർമുല കൊടുത്തു കഴിഞ്ഞാൽ അത് വരണം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇത്രയുള്ള ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി മാച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ നേരത്തെ മൂന്നാമത്തെ കോളം മൂന്നാമത്തെ റോ മൂന്നാമത്തെ കോളം എന്ന് പറഞ്ഞാൽ സെയിൽ വന്നു. രണ്ടാമത്തെ റോ മൂന്നാമത്തെ കോളം എന്ന് പറഞ്ഞപ്പോൾ IT വന്നു. രണ്ടാമത്തെ റോ നാലാമത്തെ കോളം എന്ന് പറഞ്ഞപ്പോൾ 75,000 എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ 2 4 നോക്കുമ്പോൾ ഈ വാല്യൂ റിട്രീവ് ചെയ്യണം, എടുക്കണത്, പിക്ക് ചെയ്യണത്. അതാണ് നമ്മൾ ഇൻഡെക്സിൽ പറഞ്ഞത്. ഇനി മാച്ച് ആകുമ്പോൾ ഇനി നോക്കാം. മാച്ച് ആകുമ്പോൾ ഇനി നേരെ ഓപ്പോസിറ്റ്. അതായത് നമ്മൾ ഈ 75,000 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ റെഫറൻസ് നമ്പർ എത്രാമത്തെ റോ ആണ് എത്രാമത്തെ കോളം എന്ന് കിട്ടണം. മനസ്സിലായോ? അതുപോലെ നമ്മൾ ബോബ് വില്യംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രാമത്തെ റോ എന്നറിയാൻ പറ്റണം, എത്രാമത്തെ കോളം നമ്പർ എന്ന് കിട്ടണം. അതായത് ഇൻഡെക്സിൽ നമ്മൾ എന്താണ് കൊടുത്തത്? റെഫറൻസ് കൊടുത്തിട്ട് അതിലത്തെ വാല്യൂ കൊടുത്തു. മാച്ചിലാണെന്ന് വെച്ചാൽ നമ്മൾ വാല്യൂ കൊടുക്കും, എന്നിട്ട് അതിൻ്റെ റെഫറൻസ് എടുക്കും. അപ്പോൾ അത് എന്തിനാണെന്ന് നോക്കാം നമുക്ക്. ഒന്നിനുമല്ല, നമുക്കത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ VLOOKUP അതുപോലുള്ള കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് വേണമെങ്കിൽ അല്ലാതെ തന്നെ HR ഡിപ്പാർട്ട്മെൻറ്റിലും അക്കൗണ്ട്സിലൊക്കെ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള ഒരു ഫോർമുലയാണ്. ഇനി ഇതിൽ വാലിഡേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ പറഞ്ഞ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ സംശയവും മാറി. അതായത് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൽ റെഫറൻസ് 2 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ റിട്രീവ് ചെയ്യും. മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വാല്യൂ കൊടുക്കും. അപ്പം നമുക്ക് ഈ സെല്ലിൻ്റെ റെഫറൻസ് കിട്ടണം. 2 2 അല്ലെങ്കിൽ 75,000 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ റോ നാലാമത്തെ കോളം ഇങ്ങനെ കിട്ടണം. അതായത് നമ്മൾ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സെൽ റെഫറൻസ് കൊടുത്തപ്പോൾ വാല്യൂ കിട്ടി. ഇവിടെ നമ്മൾ വാല്യൂ ആദ്യം കൊടുക്കും, എന്താണോ ഡാറ്റ ആദ്യം കൊടുക്കും. അപ്പോൾ അതിൻ്റെ സെൽ റെഫറൻസ് കിട്ടണം. ഇനി ഡാറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു കോളത്തിന് വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക വാലിഡേഷനിൽ. അതിനെയാണ് വാലിഡേഷൻ എന്ന് പറയുക. വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നോക്ക്, എനിക്കിവിടെ എന്ത് വേണമെങ്കിൽ അടിക്കാം. പക്ഷെ ഞാൻ ഈ കോളത്തിൽ വാലിഡേഷൻ എന്ന് പറഞ്ഞൊരു ഫോർമുല കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും നമുക്ക് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ഉള്ളത് മാത്രമേ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിനൊരു വാലിഡേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും നമ്മൾ, അതനുസരിച്ചുള്ളത് മാത്രം, അതിൽ ലിസ്റ്റ് അനുസരിച്ചുള്ളത്, അതിൽ നമ്മളെന്തോ സ്പെസിഫൈ ചെയ്ത് കൊടുത്തത് അത് മാത്രമേ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇത് വാലിഡേറ്റ് ചെയ്യും, ഇത്രയേ ഉള്ളൂ കേട്ടോ. അതായത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള സംഭവമില്ലേ, അതിനനുസരിച്ച് മാത്രമേ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഡ്രോപ്പ് ഡൗൺ ആയിരിക്കും മിക്കവാറും നമ്മൾ കൊടുക്കുക. അപ്പോൾ ഡ്രോപ്പ് ഡൗണിലുള്ള ലിസ്റ്റ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ന് തൽക്കാലം മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 3 കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇൻഡെക്സ് എന്നുള്ള ഫംഗ്ഷനിലേക്ക് കിടക്കാം. ഇൻഡെക്സ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് പറഞ്ഞില്ലേ, ഇൻഡെക്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ സെൽ റെഫറൻസ് കൊടുക്കും. 2 3 എന്ന് കൊടുത്താൽ വാല്യൂ റിട്രീവ് ചെയ്യണം. ഇതിലെന്ന് വെച്ചാൽ നമ്മൾ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ സെൽ റെഫറൻസ് റിട്രീവ് ചെയ്യണം. വാലിഡേഷനിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൽ റെഫറൻസ് ഒക്കെ റിട്രീവ് ചെയ്യും. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിവിടെ ഒരു സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ഈ ചെയ്തത് തന്നെ നമ്മൾ ചെയ്യും. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ട അവിടെയൊക്കെ. അതിന് പകരം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. നമുക്ക് കാണാം. അപ്പോൾ ഇത്രയുള്ള ഇൻഡെക്സ് മാച്ച് വാലിഡേഷൻ എന്നുള്ളതിൽ നമുക്ക് ആദ്യം ഇൻഡെക്സ് നോക്കാം. ഇൻഡെക്സിലേക്ക് കിടക്കാം നമുക്ക്.
നമുക്ക് എന്തായാലും ഇൻഡെക്സ് എന്നുള്ളതിലേക്ക് കിടക്കാം. ഇൻഡെക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേബിൾ തന്നെയാണ് ഇൻഡെക്സ്. മനസ്സിലായ? ഇൻഡെക്സ് ആൻഡ് ഇൻഡെക്സ് വാല്യൂ എന്ന് ഞാൻ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തിനാവോന്ന് വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇൻഡെക്സ് പറഞ്ഞാൽ ഈ ടേബിൾ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഇതിൽ ഇൻഡെക്സ്. അതിലുള്ള വാല്യൂ നമുക്ക് പിക്ക് ചെയ്യണം. അപ്പോൾ ഇതിൽ ഏതിന് എടുത്തു കഴിഞ്ഞാലും ഇതിൽ ഇൻഡെക്സ് വാല്യൂ ആണ്. ഇത് എല്ലാത്തിനും നമ്മൾ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയാം. 50,000 ഒരു വാല്യൂ ആണ്, കരോൾ സ്മിത്ത് ഒരു വാല്യൂ ആണ്, ആലിസ് ജോൺസ് ഒരു വാല്യൂ ആണ്, എംപ്ലോയി, ഇതൊക്കെ ഓരോ വാല്യൂകളാണ്. അപ്പോൾ ഇൻഡെക്സിലുള്ള വാല്യൂകളെ നമ്മൾ റിട്രീവ് ചെയ്യണം. അതാണ് ഇൻഡെക്സ്. അതിന് വേണ്ടിയിട്ടുള്ള ഈ ചാർട്ടിൽ നമ്മൾ പറയുന്ന പേരാണ്. നമ്മൾ പറയുമ്പോൾ വെറുതെ ഇൻഡെക്സ് മാത്രം നിങ്ങൾ പറയണ്ട. അതിന് പറയുമ്പോൾ നിങ്ങൾ ഇൻഡെക്സ് ആൻഡ് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയാം. അപ്പോൾ കാര്യം ക്ലിയറായി. ഈ ഇൻഡെക്സ് അതിൽ ഇൻഡെക്സ് വാല്യൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഒരു ഫോർമുല അടിക്കാൻ പോകുന്നു. ഞാൻ വെറുതെ ഇവിടെ റോ നമ്പർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. റോ നമ്പർ, കോളൻ നമ്പർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. റോ നമ്പർ ഏതാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ട, ഇതാണ് ഒന്നാമത്തെ റോ, ഇത് രണ്ടാമത്തെ റോ, ഇത് മൂന്നാമത്തെ റോ, ഇത് നാലാമത്തെ റോ. ഇനി ഇവിടെ ഞാൻ കോളൻ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട് വെറുതെ. അപ്പോൾ ഇത് ഒന്നാമത്തെ കോളം, ഇത് രണ്ടാമത്തെ കോളം, ഇത് മൂന്നാമത്തെ കോളം. കണ്ട, അതിൻ്റെ മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മൾ. 1, 2, 3, 4, 5. ഇത് നാലാമത്തെ കോളം, ഇത് അഞ്ചാമത്തെ കോളം. തൽക്കാലം അല്ല, ഇത് ബ്ലാങ്ക് ആക്കി ഇടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നമ്പർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ മാറുന്നതിനനുസരിച്ച് ഓരോന്ന് നമുക്ക് വരുന്ന എങ്ങനെയാണ് നോക്കാം. ആദ്യം ഇതിൽ 3 തരം ഇൻഡെക്സാണ് നമ്മൾ നോക്കാൻ പോണത്. ആദ്യത്തെ 2 വളരെ സിമ്പിളായിട്ടുള്ളത്. ആദ്യത്തേൽ ഞാൻ റോ, ഈ റോകൾ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കും. അതിൽ നിന്നൊരു വാല്യൂ എടുക്കും. പിന്നെ ഞാൻ ഈ കോളങ്ങളുണ്ടല്ലോ, ഇതാണ് കോളങ്ങൾ ഇങ്ങോട്ടുള്ളത്. ഈ കോളങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കും. അതിൽ നിന്നൊരു വാല്യൂ റിട്രീവ് ചെയ്യണമെന്ന് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഈ ചാർട്ട് മൊത്തത്തിൽ കൊടുക്കും. എന്നിട്ട് കോളൻ നമ്പർ, ഇവിടെ റോ നമ്പർ മാത്രം കൊടുത്തു, ഇവിടെ കോളൻ നമ്പർ മാത്രം കൊടുത്തു. ഇവിടെ ഞാൻ എന്ത് വെച്ചാൽ കോളൻ നമ്പറും റോ നമ്പറും കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ നിന്നൊരു വാല്യൂ റിട്രീവ് ചെയ്യും. അതിന് നമ്മൾക്ക് വേണ്ടൊരു വാല്യൂ പിക്ക് ചെയ്യും. അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇൻഡെക്സിൻ്റെ ഫോർമുലയാണ് നമ്മൾ കേട്ടോ. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് റോ നമ്പർ കൊടുത്തിട്ട് റോയിലുള്ള ഇൻഡെക്സ് വാല്യൂ എടുക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ കോളൻ നമ്പർ കൊടുത്തിട്ട് കോളത്തിനനുസരിച്ചുള്ള ഇൻഡെക്സ് വാല്യൂ എടുക്കും. പിന്നെ നമ്മൾ റോയും കോളൻ നമ്പറും കൊടുത്തിട്ട് റോയും കോളൻ നമ്പറും ക്രോസ് ചെക്ക് ചെയ്തിട്ടുള്ള കണ്ട, ക്രോസ് ചെക്ക് ആൻഡ് ഇൻഡെക്സ് വാല്യൂ പിക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം റോ നമ്പർ കൊടുത്തിട്ടുള്ള ഒരു ഇൻഡെക്സ് ഫോർമുല ഇടാൻ പോകണം. നോക്കാം. ഈസ് ഈക്വൽ ടു ആദ്യത്തെ ഫോർമുല ഇട്ടു കണ്ട, ആദ്യത്തെ IND ഇൻഡെക്സ്, പിന്നെ ബ്രാക്കറ്റ് കൊണ്ട് ഓപ്പൺ ചെയ്യാം. ബാക്കിയുള്ള ഇതിൽ കാണാം. അറേ എന്ന് കൊടുക്കുക. അതായത് ഒരു നമ്മൾ റോ അല്ലേ, ഒരു റോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു റോ അറേ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെന്താണ് ഇതിലുള്ളത്? റോ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം ആദ്യം ഇത് കഴിഞ്ഞൊരു കോമ ഇടണം. കോമ ഇട്ടു കണ്ട, ഇവിടെ ഒരു കോമ കണ്ട, റോ നമ്പർ കൊടുക്കണം. ഞാൻ ഇത് കൊടുത്തു കണ്ട, റോ നമ്പർ കൊടുത്തു. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക, എംപ്ലോയി ID. അപ്പോൾ ഞാനെന്താ ചെയ്തത്? ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫോർമുല കാണാനുള്ളൂ. ഫോർമുല ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോർമുല ബാർ നിങ്ങളിൽ ഇല്ലെങ്കിൽ ഇവിടെ നമ്മൾ വ്യൂവിൽ പോയിട്ട് ഫോർമുല ബാർ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് വരും. ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയില്ലെങ്കിൽ ഇതും ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോർമുലയും നിങ്ങൾക്ക് കാണാം. അതിന് എക്സൽ തന്നിട്ടുള്ള ഇൻഡിക്കേഷൻസും കാണാം. എന്താണ് നമ്മൾ ചെയ്തത്? ആദ്യം ഈസ് ഈക്വൽ ടു ഇൻഡെക്സ് അടിച്ചിട്ടൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം അറേ കൊടുത്തു. അതായത് എവിടെയാണോ ഏതാണോ നമ്മൾ പിക്കപ്പ് ചെയ്യേണ്ടത് കണ്ട, ഇവിടെ ബ്ലൂ റെഫറൻസ് ഉള്ള കാരണം ബ്ലൂ കോളം വരും. ഇത് റെഡ് കളറുള്ള കാരണം റെഡ് ഇതിൽ നിന്നാണ് പിക്കപ്പ് ചെയ്തുള്ളത് മനസ്സിലാക്കാം. ശരി, ഇനി അറേയും റോ നമ്പർ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഈ അറേ കൊടുത്തു, റോൻ്റെ നമ്പർ കൊടുത്തു, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഈസ് ഈക്വൽ ടു ഈ അറേ കൊടുത്തു, എന്നിട്ട് റോ നമ്പർ കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി എന്താണ് ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്താ പിക്കപ്പ് ചെയ്തത്? നമ്മൾ ഇത് കൊടുത്തു, ഇത് കൊടുത്തിട്ട് നമ്മൾ പറയാണ് ഇവിടെ റോ നമ്പർ അടിച്ചു കൊടുത്തു. ഈ ഇതിൽ ഈ സെക്ഷനിൽ, അതായത് ഇത്രയും ഈ കോളത്തിൽ ഇത്രയും റോകളുണ്ടല്ലോ, ഈ റോകളിൽ നിന്ന് ഒന്നാമത്തെ റോ
ഒന്നാമത്തെ റോ ഇതാണ് നമ്മൾ പിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും കൊടുത്തു അല്ലേ? നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തു റേഞ്ച്. ഓക്കെ, നമുക്കൊരു എന്നാൽ അവിടെ ഇരുന്നോട്ടോ, കുഴപ്പമൊന്നുമില്ല. അല്ല, ഇത് ഹെഡിങ് അല്ലേ, നമുക്ക് ഇവിടെ നിന്ന് ഇട്ട് കൊടുക്കാം. എംപ്ലോയി ഐ ഡി ഒന്നുകൂടി കൊടുക്കാം. ഞാൻ ഇത് സെലക്ട് ചെയ്യണം, ഞാനത് ബാക്ക് സ്പേസ് ചെയ്ത് ഡിലീറ്റ് ചെയ്തു, ഇത്രയും കൊടുത്തു, എൻ്റർ ചെയ്തു. അപ്പോൾ ഇവിടത്തെ അനുസരിച്ചാണ്. അപ്പോൾ നോക്കിയേ, ഇതിൽ ഒന്നാമത്തത് കണ്ട, ഇതാണ് നമ്മൾ ഈ 1 2 എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ 2 എന്നിരിക്കും. കണ്ട, ഇവിടെ 1 ഉള്ള കാരണം എംപ്ലോയി 1 എന്ന് വന്നു. കണ്ട, ഞാൻ 2 ആക്കണം, ഇവിടെ 2 എന്ന് കണ്ട. അപ്പോൾ ഈ വാല്യൂ ഒന്ന് കണ്ട. ഇനിയിപ്പോൾ ഞാൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂ വരും, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂ വരും. ഞാൻ 3 അടിച്ചോട്ടെ, 3 കണ്ട, 3 വന്നു, 4. ഓക്കെ, ഇനി അതന്നെ ഇനി നമുക്ക് ഇത് കൊടുത്തു നോക്കാം. ഈ റെഫറൻസ് കൊടുത്തു നോക്കിയാലോ. ഈസ് ഈക്വൽ ടു INDEX ഇൻഡെക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഞാൻ ഈ സെക്ഷൻ കൊടുക്കണം, ഇത് കൊടുത്തു, കോമ, എന്നിട്ട് ഞാൻ ഈ വാല്യൂ കൊടുത്തു. എത്രാമത്തെയാണ് വേണ്ടതെന്നാണ് കൊടുക്കണം. അപ്പോൾ ഇതിൽ എത്രാമത്തെയാണ്? നമ്മൾ 4ാമത്തെ ഇത് വന്നു. ഞാൻ ഇനി 1 കൊടുത്തു നോക്കാം. 1 കൊടുത്താൽ ഏത് വരണം? ആലിസ് ജോൺസൺ വരണം. കണ്ട, ഇതിൽ ഒന്നാമത്തെ റോ എന്ന് പറഞ്ഞാൽ ആലിസ് ജോൺസൺ. 1 കൊടുത്തു, ആലിസ് ജോൺസൺ. അവിടെ 2 കൊടുത്തു, അടുത്ത ആൾ വന്നു. 3 കൊടുത്തു, കരോൾ സ്മിത്ത് വന്നു. 4 കൊടുത്തു, ഡേവിഡ് ബ്രൗൺ വന്നു. ഇത്രയേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ ഏത് കോളം വേണമെങ്കിൽ കൊടുക്കാം. ഇത് വന്നില്ലേ? ഇനി ഇതിൽ ഇതേപോലെ തന്നെ നമ്മൾ കോളം നമ്പർ കൊടുക്കുക. ഇപ്പം നമ്മൾ റോ നമ്പറാണ്, ഓരോ റോയുടെ നമ്പറാണ് കൊടുത്തത്. ഇനി കോള നമ്പർ കൊടുത്തിട്ട് നമ്മൾ ഡാറ്റ പിക്കപ്പ് ചെയ്യണം, എങ്ങനെ നോക്കാം. അതാണ് കോളം ഇൻഡെക്സ് വാല്യൂ. അതിന് നമ്മൾ സെയിം തന്നെ ചെയ്യുക. ഈസ് ഈക്വൽ ടു IND ഇൻഡെക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക. കണ്ട, ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുക, കോമ, ഈ കോള നമ്പർ കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. നമ്മൾ ഇവിടെ തൊട്ട് ഇവിടം വരെയാണ് റെഫറൻസ് കൊടുത്തത്. അതിൽ ഒന്നാമത്തെ എന്താണ്? ഒന്നല്ല അടിച്ചുള്ള എംപ്ലോയി ID കണ്ട. ഇനിയിപ്പോൾ ഞാനിവിടെ മാറ്റാൻ പോണു 2 നെയിം, 3 ഡിപ്പാർട്ട്മെൻറ്റ്, 4 കണ്ട, ഇവിടെ മാറും സാലറി. ഇപ്പോൾ 5 അടിക്കുന്നു, 5 അടിക്കുമ്പോൾ അവിടെ മാറി നോക്കി. 5 അടിക്കുമ്പോൾ ഇത് വരെ എംപ്ലോയി ID വരണം. കണ്ട, എംപ്ലോയി ID. ഇനി രണ്ടാമത് ഞാനിവിടെ റേഞ്ച് മാറ്റി കൊടുക്കാം. നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത ഈ സെക്ഷനിലേക്ക് മാറ്റി കൊടുക്കാം. ഈസ് ഈക്വൽ ടു INDEX ഇൻഡെക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. റേഞ്ച് ഞാൻ ഈ താഴത്തത് കൊടുത്താലും നമുക്ക് താഴത്ത് കൊടുക്കാം. താഴത്ത് കൊടുത്തിട്ട് കോമ, എന്നിട്ട് കോളൻ നമ്പർ എത്രാമത്തെയുണ്ട് നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. ഇവിടെ നമുക്ക് മാറ്റി കൊടുക്കാമല്ലോ. ഓക്കെ, ഞാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പം 5ാമത്തെ ഇതാണ് നമ്മൾ റെഫറൻസ് കൊടുത്തിട്ടുള്ളത്. ഈ കോളങ്ങളിൽ 5ാമത്തെ കോളത്തിലുള്ള 1 2 1 2 3 4 1 2 3 4 5 കണ്ട, ഈ 298 വന്നു. ഇനി ഞാനിവിടെ ഇതല്ല നമ്മൾ റെഫറൻസ്. ഇതിൽ 1 2 3 ഇങ്ങനെ മാറ്റി കൊടുത്ത് നോക്കുമ്പോൾ 1 അടിച്ച് ഇത് വരണം, 2 അടിച്ച കണ്ട, ഇതല്ല റെഫറൻസുകൾ, ഈ കുളത്തിലുള്ള വരണം. അപ്പോൾ ഇതിൽ നിന്ന് 1 അടിച്ച് ഇത് വരണം, 2 അടിച്ച് ഇത് വരണം, 3 അടിച്ച് ഇത് വരണം, 4 അടിച്ച് ഇത് വരണം, 5 അടിച്ച് കഴിഞ്ഞാൽ ഇത് വരണം. 1 വരണ്ട, എംപ്ലോയി 04, 2 ഡേവിഡ് ബ്രൗൺ, 3 മാർക്കറ്റിംഗ്, 4 65,000 കണ്ട. അത് ആദ്യം അടിച്ചപ്പോൾ 1 അടിച്ചപ്പോൾ ഇത് 2 3 കണ്ട, ഈ കോളത്തിലത്തെ നമ്പറിനനുസരിച്ച് ഇങ്ങോട്ട് വരും. 65,000. ഇനി 5 അടിച്ചു നോക്കാം നമുക്ക്. അപ്പോൾ ക്ലിയർ ആയില്ലേ ഇത്? ഇനിയുള്ളത് ഇതിൽ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ ആദ്യം റോ നമ്പർ അടിച്ചു, പിന്നെ കോളൻ നമ്പർ അടിച്ചു. ഇനിയുള്ളത് നമുക്ക് റോ നമ്പറും കോളൻ നമ്പറും അടിച്ചുള്ളത് നോക്കാം നമുക്ക്. ഈസ് ഈക്വൽ ടു IND ഇൻഡെക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നമ്മൾ ഇത്ര അങ്ങോട്ട് കൊടുക്കുക, ഇത്ര ടേബിൾ അങ്ങോട്ട് കൊടുക്കുക, റെഫറൻസ് കൊടുക്കുക,
റോ നമ്പർ കൊടുക്കുക, കോളം നമ്പർ കൊടുക്കുക. റെഫറൻസ് കൊടുത്തു, കോമ, റോ നമ്പർ ഏത് സെലക്ട് ചെയ്തു, കോമ, കോളം നമ്പർ സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ ചെയ്തു. റോ നമ്പർ 1 റോ നമ്പർ 1 അല്ലേ ഇത്, കോളം നമ്പർ 2 1 2 കോളത്ത് ആലിസ് ജോൺസൺ വന്നു. ഇനി ഞാനിവിടെ മാറ്റി കൊടുക്കാൻ പോകണം. വെറുതെ നമുക്ക് ഒരു കാര്യം അടിച്ചു നോക്കാം, 3 5 അടിച്ചു നോക്കാം, വെറുതെ അടിക്കുന്നത്. അപ്പോൾ ഇവിടെ FS64 എന്ന് തോന്നുന്നു, കണ്ട ഇതിൽ കറക്റ്റാണോ നോക്കാം. 3ാമത്തെ റോയില് ഓക്കെ, 5ാമത്തെ കോളം 1 2 3 4 5 5ാമത്തെ കോളം ഇത് FS64 വന്നില്ലേ, കറക്റ്റ്. ഇനി ഞാനിവിടെ 2 5 അടിച്ചു നോക്കിയാലോ. ഓക്കെ, 2 5 അടിച്ചു. ഇതിലത് H145 2ാമത്തെ റോയില് 5ാമത്തെ കോളം, 2ാമത്തെ റോയില് 5ാമത്തെ കോളം. ഇനി ഞാനിവിടെ മാറ്റണം. ഞാനിവിടെ 4ാമത്തെ റോയില് 3ാമത്തെ കോളം എന്നാക്കണം. ഇപ്പോൾ ഇവിടെ മാർക്കറ്റിംഗ് എന്ന് വന്നു. നമുക്ക് നോക്കാം 4ാമത്തെ റോയിൽ എന്താ ഉള്ളത്. 4ാമത്തെ റോയില് 3ാമത്തെ കോളം 1 2 3 മാർക്കറ്റിംഗ്, കണ്ട. ഇതാണ് ഇൻഡെക്സ് വാല്യൂ പിക്കിങ്. അത് നമ്മൾ ഒരു ഇതിൽ റോകൾ മാത്രമുള്ളതെന്ന് ഒരു പർട്ടിക്കുലർ റോ എന്നുള്ള വാല്യൂ നമ്മൾ തിരിച്ചു എടുത്തു. പിന്നെ നമ്മൾ കോളങ്ങൾ, അതായത് ഇവിടേക്കുള്ള ഇത്രയും കോളങ്ങളുണ്ട്, അതിലെടുത്തിട്ട് ഇത്രയും കോളങ്ങളില്ല, അതിൽ ഒരു പ്രത്യേക ലൈൻ സെലക്ട് ചെയ്തിട്ട് അതിൽ എത്രാമത്തെ കോളം നോക്കിയിട്ട് കോളം ഇൻഡെക്സ് വാല്യൂ, കണ്ട ഇത് റോ ഇൻഡെക്സ് വാല്യൂ, ഇത് കോളം ഇൻഡെക്സ് വാല്യൂ. അപ്പോൾ ഈ ഇൻഡെക്സിൽ നിന്ന് നിങ്ങൾക്ക് റോകളനുസരിച്ചുള്ള ഇൻഡെക്സ് വാല്യൂ ആണോ വേണ്ടത്, കോളങ്ങൾ ചെക്ക് ചെയ്തിട്ടുള്ള ഇൻഡെക്സ് വാല്യൂ ആണോ നോക്കിയിട്ട് നമ്മൾ റിട്രീവ് ചെയ്തു. 3ാമത്തെ നമ്മൾ ഈ ഇൻഡെക്സിൽ എങ്ങനെ ഇൻഡെക്സ് വാല്യൂ എടുത്ത് റോയും കോളവും ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡെക്സ് വാല്യൂ കിട്ടുന്ന തരത്തിൽ എടുത്തു. ഇത്രയുള്ള ഇൻഡെക്സ് വാല്യൂ എന്നുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഇനി നമ്മളിവിടെ ഇങ്ങനെ അടിച്ചടിച്ച് മാറ്റി കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഒറ്റ ഫോർമുല വേണമെങ്കിൽ ഇടാം. അതായത് INDEX ഇൻഡെക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, പിന്നെ നമ്മളിതിങ്ങനെ കൊടുത്തു, കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുത്തു, കോമ. നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഇതിൽ തന്നെ കണ്ടോ, ഇവിടെ ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇവിടെ തന്നെ 4 എന്നൊക്കെ അടിച്ചു കൊടുക്കാം, കണ്ട. അപ്പോഴും വരും, പക്ഷെ ഞാൻ അത്രയും കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോർമുലയിലിടാം, പക്ഷെ ഇതാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. അതുപോലെ നിങ്ങൾ കോളം വെച്ചുള്ള എടുക്കുമ്പോൾ അത് നമുക്ക് ഒറ്റ ഫോർമുല അടിച്ചു കൊടുക്കാം. INDEX ഇൻഡെക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യണം, കോമ, എന്നിട്ട് നമ്മൾ 3 അടിച്ചു കൊടുക്കണം. 3 കണ്ട IT വന്നു. അതായത് നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കുന്നതിന് പകരം ഫോർമുലയുടെ അകത്ത് തന്നെ ഈ നമ്പർ അടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് രണ്ടെണ്ണം ക്രോസ് ചെക്ക് ചെയ്ത് വരുന്നില്ലേ, അതിലെങ്ങനെ ഫോർമുല ഇടാൻ നോക്കാം. നമുക്ക് ഇവിടെ ഇട്ടാക്കാം നമുക്ക് IND ഇൻഡെക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, റെഫറൻസ് നമ്മൾ ഇതാണ്ട് കൊടുത്തു, ഇതെല്ലാം നമ്മൾ കൊടുത്ത് മൊത്തം ഇൻഡെക്സ് അങ്ങോട്ട് കൊടുത്തു. ഓക്കെ, കോമ, ആദ്യം റോ നമ്പർ കൊടുക്കുക, പിന്നെ കോളം നമ്പർ കൊടുക്കുക. അപ്പം നിങ്ങൾ ഈ ഫോർമുലയിൽ 2, 3 കണ്ട ഇങ്ങനെ അടിച്ചു കൊടുക്കാം, എന്നിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോഴും IT വന്നു, കണ്ട 2 3 2ൽ 3ാമത്തെ കോളം. പക്ഷെ ഇങ്ങനെ നിങ്ങൾ ഒരു ഫോർമുലയിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കണം എത്രാമത്തെ അടിച്ചുള്ളത്. പക്ഷെ നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ നമ്മൾ 1 2 എന്നൊക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കുക ഈസി ആയിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതാണ് നമ്മൾ ഇൻഡെക്സ് പഠിക്കാനുള്ളത്. സാധാരണ അക്കൗണ്ട്സിൽ അത്രയധികം യൂസ് വരാറില്ല. പിന്നെ നമുക്ക് കണക്ട് ചെയ്ത് വേറെ ഫോർമുലേഴ്സൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അക്കൗണ്ട്സിൽ യൂസ് ചെയ്യാം. പക്ഷെ നോർമലി ഇത് HR ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. കാരണം വെച്ചാൽ ഒരു എംപ്ലോയിയെ ഇത്രാമത്തെ നമുക്ക് വെറുതെ ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്തടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ട, 2 3 അടിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ മാറുന്നുണ്ട, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതാണ് HR ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഗുണം. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ
ഇൻഡെക്സ് വാല്യൂ എന്ന് പറഞ്ഞോളൂ കേട്ടോ. ഇൻഡെക്സ് മാത്രം പറയരുത്, ഇൻഡെക്സ് ആൻഡ് ഇൻഡെക്സ് വാല്യൂ. അപ്പോൾ നിങ്ങൾക്കിത് ഓർമ്മ നിൽക്കുള്ളൂ. അത് റോയിലനുസരിച്ചും പിക്ക് ചെയ്യാം, കോളംസിനനുസരിച്ചും പിക്ക് ചെയ്യാം, നമ്പർ അടിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ റോയും കോളം കൂടി പിക്ക് ചെയ്യാം. ഇത്ര അറിയാനുള്ള ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊരു ഫങ്ഷന് ഇപ്പം നിങ്ങൾ കണ്ട യൂസാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള യൂസ്, ബേസിക് ആയിട്ടുള്ള യൂസ്. ഇത് വേണമെങ്കിൽ നമുക്ക് വേറെ ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്തെടുക്കാമെന്ന് മാത്രം, ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തേക്ക് കിടക്കാം. അടുത്ത ഏതാണ്? മാച്ച് എന്നുള്ളൊരു ഫംഗ്ഷൻ കേട്ടോ. അതായത് ഇൻഡെക്സ് നമ്മൾ എന്തോ ചെയ്തു, എങ്ങനെയാണോ ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മാച്ച്. എങ്ങനെയായിരിക്കും? ഇൻഡെക്സിൽ നമ്മൾ കോളം റെഫറൻസ് കൊടുത്തിട്ട് വാല്യൂ എടുക്കുകയാണ് ചെയ്തത്. മാച്ചിൽ നമ്മൾ വാല്യൂ കൊടുത്തിട്ട് കോളം റെഫറൻസ് എടുക്കും. ഓക്കെ, നമ്മളായിരിക്കും കിടക്കാണ്. ഇതാണ് മാച്ച് ആൻഡ് സെൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഞാനൊരു കാര്യം കൊടുക്കട്ടെ, മാച്ച് വാല്യൂ എന്ന് കൊടുത്താലോ നമുക്ക്. ഞാനിവിടെ മാച്ച് വാല്യൂ എന്ന് കൊടുക്കുകയാണ്. എന്തായാലും നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചല്ലോ, വേണ്ടിയിരുന്നോട്ടെ. ശരി, മാച്ച് വാല്യൂ എന്ന് ഞാൻ കൊടുക്കണം. കുറച്ചും കൂടി ക്ലിയർ ആവും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും. മാച്ച് ചെയ്യണ എന്താണ്? വാല്യൂവിനെ നമ്മൾ ആദ്യം മാച്ച് ചെയ്യും, എന്നിട്ട് അതിൻ്റെ സെൽ റെഫറൻസ് പിക്ക് ചെയ്യും. ഇതാണ് ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാൻ എങ്ങനെയാണ് വാല്യൂ മാച്ച് ചെയ്തിട്ട് സെൽ നമ്പർ എടുക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് വേണം? നമ്മൾ നേരത്തെ ഇവിടെ 1, 2 എന്നാണ് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലുള്ള വാല്യൂ ആണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സെൽ റെഫറൻസ് കിട്ടണം, അതാണ് മാച്ച്. നമ്മളിപ്പോൾ നേരത്തെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ റോൻ്റെ റെഫറൻസ് നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുകയും കോളത്തിൻ്റെ റെഫറൻസ് നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് അതിൽ രണ്ടും മാച്ച് ആവുന്നിടത്തുള്ള വാല്യൂ റിട്രീവ് ചെയ്ത് ഈ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വാല്യൂ കൊടുക്കും, എന്നിട്ട് നമ്മൾ അതിൻ്റെ സെല്ലിൻ്റെ റെഫറൻസ് നമ്പർ എടുക്കും. അതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മളൊരു വാല്യൂ കൊടുക്കും, എന്നിട്ട് അതിൻ്റെ വാല്യൂ മാച്ച് ചെയ്യും. ഇവിടെ വന്നിട്ട് കണ്ട, ആണ് മാച്ച്. ഇതിൽ ഏതായിട്ടാണ് മാച്ച് ആവണമെന്ന് നോക്കും എത്ര, എന്നിട്ട് അതിൻ്റെ ആ വാല്യൂവിലെ റെഫറൻസ് നമ്പർ എടുക്കും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് റോല് ഇങ്ങനെയുള്ള കൊടുക്കുന്നതിലുള്ള റെഫറൻസ് നമ്പർ നോക്കാം. നമുക്ക് മാച്ച് കൊടുക്കാം. MATCH എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഞാൻ അപ്പം തന്നെ കാണിക്കും ലുക്കപ്പ് വാല്യൂ എന്ന് കൊടുക്കും. അപ്പം ഈ വാല്യൂ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ വാല്യൂ ഇതിലുണ്ടല്ലോ. ഓക്കെ, എന്നിട്ട് ലുക്കപ്പ് അറേ കണ്ട കോമഡ് ഈ വാല്യൂ ഇതിലുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അവരോട് ഇതിലുണ്ട് നമ്മൾ പറയാണ്. നമ്മൾ പറയാണ് എന്തെന്ന്, ഇതിൽ എത്രാമത്തെയാണ് ഈ ഇതുണ്ടല്ലോ, ഇതിൽ എത്രാമത്തെ റോ ആണെന്ന് പറയണം. ഇത് കുറേ റോ ഉണ്ടല്ലോ,
ഇതിൽ എത്രാമത്തെ റോ ആണ് നമ്മളടുത്ത് പറഞ്ഞു തരണം. ഇതിലുണ്ട്, ഈ ഡാറ്റ അതിലുണ്ട്, എത്രാമത്തെ റോ ആണെന്ന് നമുക്കറിയില്ല. കോമിടുക, കടയുടെ എക്സാക്ട് മാച്ച് 0 അടിക്കുക. എംപ്ലോയി എന്തോ ഒന്നില്ല. നമ്മൾ ഇത് കൊടുത്ത് ഫുൾ റെഫറൻസ് ഇല്ല. ഓക്കെ, MATCH മാച്ച്, വാല്യൂ കൊടുക്കുക, ഈ വാല്യൂ കൊടുക്കുക, ഇടുക, ഇത്ര റേഞ്ച് കൊടുക്കുക. കണ്ട ഇതിലുണ്ട്, ഇടുക, അപ്പോൾ 0 കൊടുക്കുക. കണ്ട എക്സാക്ട് മാച്ച് കിട്ടണമെങ്കിൽ 0 ഇടണം. ഓക്കെ, ഒന്നാമത്തെ നമ്മളിവിടെ കൊടുത്തത് ഇവർ പറയണ വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾ തന്ന ലിസ്റ്റിൽ ഒന്നാമത്തെയാണ് കണ്ട, ഒന്നാമത്തെ റോയിലാണുള്ളത് നമ്മൾ പറയാണ്, ഇതിൽ പറയാണ്. ഇപ്പം നമ്മളിത് മാറ്റി കൊടുക്കണം എടുത്തിട്ട്, അല്ലേ വേണ്ട, EMP003 എന്നോട് അടിച്ചു കൊടുക്കുക. EMP003 അപ്പം എത്രയും ഇവിടെ കണ്ട 3 വന്നത്, 3ആയി മാറി. ഇനി EMP004 അടിച്ചു നോക്കാം. 3 പറഞ്ഞാൽ മൂന്നാമത്തെ റോ ആണ് എന്ന് കാണിക്കണം. ഇവിടെ നമ്മൾ ചോദിക്കണം, കണ്ട ഞങ്ങൾ വാല്യൂ തരാം, നിങ്ങൾ ആ റോൻ്റെ പൊസിഷൻ പറഞ്ഞു തരണം എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളിവിടെ എന്നിട്ട് വേറെ വാല്യൂ കൊടുത്ത് നോക്കണം. അപ്പോൾ ഇത് പറയുന്നത് 4ാമത്തെ റോയിലുണ്ട് എന്നത്. അപ്പോൾ വലിയൊരു ലിസ്റ്റ് എന്ന് കഴിഞ്ഞാൽ ഇത് നമ്മുടെ അടുത്ത് പറയുകയാണ് എന്തെന്ന്, നിങ്ങൾ ഈ പറഞ്ഞ സംഭവം 4ാമത്തെ റോയിലുണ്ട്, കറക്റ്റ് അല്ലേ, 4ാമത്തെ റോയിലുണ്ട്. ഇത് റോയിൽ നമ്മൾ ചെക്ക് ചെയ്യണം, എത്ര റോളുണ്ട് അതിൽ ചെക്ക് ചെയ്യണം. ഇനി കോളങ്ങളുണ്ടല്ലോ, ഇത്രയും കോളങ്ങളുണ്ട്, കോളത്തിൽ ചെക്ക് ചെയ്യണം. ഇനി നമ്മൾ പറയും കോളത്തിലുള്ളൊരു വാല്യൂ ഞങ്ങൾ തരാം, നിങ്ങളത് എത്രാമത്തെ കോളത്തിലുണ്ടെന്ന് പറഞ്ഞു തരണം. നമ്മൾ പറഞ്ഞു = MATCH മാച്ച്, ഈ വാല്യൂ ഞങ്ങൾ തരാൻ ഉണ്ടാവുക. ഈ വാല്യൂ നമ്മൾ സെലക്ട് ചെയ്തു, കോമ ഇന്ന കോളത്തിലുണ്ട്, ഈ ഇത്രയും കോളങ്ങളുണ്ടല്ലോ അതിലുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. എന്നിട്ട് നമ്മൾ കോമ എക്സാക്ട് മാച്ച് 0 ആണ് കേട്ടോ, 0 അടിക്കുക, അടിച്ചിട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ പറയുന്നത് 4ാമതുണ്ട്. നമ്മൾ ഈ പറഞ്ഞ വാല്യൂ ഈ കുളത്തിൽ 4ാമതുണ്ടെന്ന് പറയുന്നത്, 4ാമത്തെ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയണത് ഇവിടെ നമ്മളിത് മാറ്റി കൊടുക്കുകയാണ്. ഓക്കെ, ഈ സെക്ഷനിൽ നമ്മൾ കൊടുത്തല്ലോ, ഞാൻ വേറെ നെയിം എന്ന് ഇവിടെ അടിച്ചു കൊടുക്കണം. നെയിം ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്, എൻ്റർ ചെയ്തു. അപ്പോൾ പറയണത് 2ാമത്. നിങ്ങൾ ഈ പറഞ്ഞ വാല്യൂ ഇതിൽ 1 2ാമതുണ്ടെന്ന് കണ്ട, 2ാമതുണ്ടെന്നാണ് ഇത് പറയണത്. ഇത്രയാണ്, ഇത്രയും ഇതിൽ പഠിക്കാനുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഇത് റേഞ്ച് മാറ്റി കൊടുക്കാം. MATCH കൊടുത്തിട്ട് ഇത് ഇവിടെ നിന്ന് വേണമെങ്കിൽ കൊടുക്കാം, ഇങ്ങനെ നമ്മൾ കൊടുത്തു നോക്കാം. പക്ഷെ വേണമെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുത്തു നോക്കാം. ഇത്ര റേഞ്ച് കൊടുത്തു, മാച്ച് കൊടുത്തു, ഇതല്ലേ കൊടുത്തു, ധൈര്യമുണ്ടോ നോക്കണം. ഓക്കെ, റേഞ്ച് കൊടുത്തു, കോമ 0 അടിച്ചു, ഇല്ല അതിലില്ല. നമ്മൾ ഈ പറഞ്ഞ വാല്യൂ ഈ പറഞ്ഞ ലിസ്റ്റിലില്ല. അപ്പോൾ നമ്മൾ പറയണത് ഓക്കെ ശരിയാൻ പറയണത് മാർക്കറ്റിംഗ്, MARKETING കണ്ട, ഇവിടെ മാർക്കറ്റിംഗ് എന്നുണ്ട്. ഞാൻ ഇവിടെ പറയണം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സംശയമുണ്ട്, ഈ വാല്യൂ ഉണ്ടോയെന്ന്. അത് ചെക്ക് ചെയ്ത് എത്രാമത്തെ കുളത്തിലാണ്. ഓക്കെ, പറയണത് ഈ പറഞ്ഞ സംഭവം 1 2 3ാമത്തെ ഇതിലുണ്ടെന്ന് കണ്ട, മാർക്കറ്റിംഗ് ഇവിടെ മാർക്കറ്റിംഗ് എന്ന് കൊടുത്തു വെച്ചപ്പോൾ 3ാമത്തേലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് മാച്ച് അറിയാനുള്ളത് നമുക്ക്, മാച്ച് വാല്യൂ. അതായത് നമ്മൾ കൊടുക്കുന്ന വാല്യൂ റോയിൽ വേണമെങ്കിൽ പോയിട്ട് റോയിൽ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റോ നമ്പർ പറഞ്ഞു തരും. അല്ല ഇനിയിപ്പോൾ നമ്മൾ കോളൻ നമ്പറിലെടുത്ത് ഒരെണ്ണം കൊടുത്തിട്ട് കോളൻ നമ്പറിൻ്റെ വാല്യൂ കൊടുത്തിട്ട് മാച്ച് ഇട്ട് കഴിഞ്ഞാൽ എത്രാമത്തെ കോളം എന്ന് പറഞ്ഞു തരും. ഇത്രയാണ് മാച്ചിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ വാല്യൂ കൊടുത്തു. ആദ്യം നമ്മൾ ഇൻഡെക്സിൽ എന്താ ചെയ്ത്, ഇൻഡെക്സിൽ നമ്മൾ സെൽ റെഫറൻസ് കൊടുത്തു, എന്നിട്ട് വാല്യൂ റിട്രീവ് ചെയ്തത്. മാച്ചിൽ വന്നപ്പോൾ നമ്മൾ വാല്യൂ കൊടുത്തു, സെൽ റെഫറൻസ് എത്രാമത്തെ സെല്ലിലുള്ളതെന്ന് പറയണം.
ഇതാണ് മാച്ചും ഇൻഡെക്സും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് അടുത്തേക്ക് കിടക്കാം. ഇൻഡെക്സും മാച്ചും കൂടിയിട്ട് നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്ന് നോക്കി നോക്കാം. അടുത്തേക്ക് കിടക്കാം. അപ്പം ഇതാണ് ഇവിടെയാണ് നമ്മൾ ഇൻഡെക്സും മാച്ചും കൂടി എങ്ങനെയാണെന്ന് നോക്കാൻ പോണത്. ഇവിടെ നമ്മളിനി പറയാൻ പോണത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആദ്യം നമ്മൾ ഇൻഡെക്സ് പറഞ്ഞു. ഇൻഡെക്സിൽ നമ്മൾ എന്ത് പറഞ്ഞു വെച്ചാൽ ഈ റോ നമ്പർ തരെയും കോളൻ നമ്പർ 2 ഇവിടെ 1 2 3 4 ഇപ്പം 3 വെച്ചാൽ നമുക്ക് 3 2 എന്നുള്ള ഈ വാല്യൂ കണ്ടുപിടിക്കാൻ സുഖമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ റോ നമ്പർ ഉപയോഗിച്ചിട്ടാണ്. മാച്ചിൽ നമ്മൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പറല്ല തരിക, പകരം നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ, റോയിലുള്ള പൊസിഷൻ കണ്ടുപിടിക്കാൻ സുഖമാണ്. അതുപോലെ ഏതെങ്കിലും ഒരു ഇവിടെ നിന്ന് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ സുഖമാണ്. അതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ അടുത്ത നമ്മൾ പറയാൻ പോണത് നമുക്ക് തന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ വാല്യൂ ആണ്. വാല്യൂ തന്നു കഴിഞ്ഞാൽ നമ്മൾ മാച്ച് ഇട്ട് കഴിഞ്ഞാൽ വാല്യൂവിൽ നമ്മൾ മാച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടത്തെയും കോളത്തിൻ്റെയും പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് മാച്ചും ഇൻഡെക്സും കൂട്ടിയിട്ട് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ശരി ഡയറക്റ്റ് ഇൻഡെക്സിൽ നമുക്ക് ഈ റോ റെഫറൻസ് നമ്പർ തന്നിട്ടില്ല, ഈ റെഫറൻസ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ നമ്പർ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഈ വാല്യൂ കണ്ടുപിടിക്കാം എത്രയെന്നുള്ളത്. പക്ഷെ നമ്മൾ മാച്ചിൽ നമുക്ക് തന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിട്ടുള്ള വാല്യൂ ഓരോ കോളത്തിൽ ഓരോന്നിൻ്റെ ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പൊസിഷൻ ആദ്യം കണ്ടുപിടിക്കണം. ഈ പൊസിഷൻ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഇൻഡെക്സ് ഇടാം. ഇൻഡെക്സ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. കാരണം വെച്ചാൽ ഇവിടെ ഇൻഡെക്സ് ഇട്ടിട്ടാണ് നമ്മൾ വാല്യൂ പിക്കപ്പ് ചെയ്തിരുന്നത്. വാല്യൂ പിക്ക് ചെയ്തിരുന്നത് എങ്ങനെയാണ്? നമ്മൾ റെഫറൻസ് നമ്പറുകൾ ഇട്ടിട്ടാണ്. പക്ഷെ മാച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇൻ കേസ് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ റെഫറൻസ് നമ്പർ തന്നിട്ടില്ല, ബട്ട് നമുക്ക് തന്നിട്ടുള്ള വേറെ 2 വാല്യൂകളാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യും, ഈ 2 വാല്യൂകൾ വെച്ചിട്ട് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് വലിയ ഡാറ്റയിൽ നിന്ന് നമുക്ക് ഇൻഡെക്സ് വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല. ഇൻഡെക്സ് വെക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഈ നമ്പറുകൾ കിട്ടണം, ഈ റോ നമ്പറും കോളം നമ്പറും കിട്ടണം. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ മാച്ച് വെച്ചിട്ട് ആദ്യം തന്ന ഡാറ്റ വരെ കോളം നമ്പറും റോ നമ്പറും കോളം നമ്പറും എടുക്കും. അതാണ് നമ്മളിവിടെ ചെയ്തത്. നമ്മളിവിടെ പൊസിഷൻ എടുത്തു, കണ്ട പൊസിഷൻ ഇൻ റോ ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ ഏതാ ഫോർമുല ഇട്ടുള്ള മാച്ച് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പൊസിഷൻ നമ്പറുകളും കിട്ടി, ഇതിൻ്റെയും പൊസിഷൻ നമ്പർ കിട്ടി. പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇൻഡെക്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ കിട്ടും. നോക്ക് ഈസ് ഈക്വൽ ടു ഇൻഡെക്സ്, ഇത്രയുള്ള ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അറേ കൊടുത്തു. അറേ കൊടുത്തു, റോ നമ്പർ കൊടുക്കുക, റോ നമ്പർ നമ്മളോട് നിലനിൽക്കുക. ഓക്കെ, കോളം നമ്പർ കൊടുക്കുക. ഓക്കെ, കൊടുത്തിട്ട് മാർക്കറ്റിംഗ്. അതായത് നമുക്ക് ഈ 2 നമ്പറുകൾ കിട്ടുകയാണെങ്കിൽ, റോൻ്റെ റെഫറൻസ് ആയിട്ടുള്ള 2 പൊസിഷൻസ് കിട്ടുകയാണെങ്കിൽ, അതായത് റോ നമ്പർ ഇത് കോളം നമ്പർ എന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇൻഡെക്സ് ആണ് ഇടുക. അതാണ് നമ്മൾ ആദ്യം ചെയ്തത്. ഇൻഡെക്സ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ ഇവിടെ മാച്ച് വന്നു കഴിഞ്ഞപ്പോൾ പക്ഷെ നമ്മൾ പറയുന്നത് ഇവിടെ ഈ നമ്പർ തരുന്നില്ല, പകരം നമുക്ക് ഈ വാല്യൂ ആണ് തരുന്നത്. വാല്യൂ തരണമെങ്കിൽ നമ്മൾ എന്ത് വേണം? വാല്യൂ തന്നാൽ ഉടനെ തന്നെ മാച്ച് ഇട്ടിട്ട് ഇവിടെ കണ്ട മാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ റോ നമ്പർ കൊടുത്തു. അടുത്ത ഇത് തന്നു കഴിഞ്ഞപ്പോൾ
കോളം നമ്പർ തന്നു കഴിഞ്ഞപ്പോൾ കോളം നമ്പർ എടുത്തിട്ട് അതിൻ്റെ കോളം വാല്യൂ തന്നു കഴിഞ്ഞപ്പോൾ കോളം നമ്പർ കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും കിട്ടി. ഇത് രണ്ടും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇൻഡെക്സ് വെച്ചിട്ട് എമൗണ്ട് എടുക്കാം. പക്ഷേ ഇതും തന്നിട്ടുണ്ടായിരുന്നില്ല. പകരം നമുക്ക് വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ഇവിടുത്തെ എംപ്ലോയിയുടെ നമ്പറും തന്നു. അപ്പോൾ നമ്മളത് വെച്ച് റോൻ്റെ നമ്പർ എടുത്തു. പിന്നെ തന്നിട്ടുള്ള സാലറിയാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ എടുത്തു, അതിൻ്റെ പൊസിഷൻ എടുത്തു, കോളത്തിലുള്ള. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻഡെക്സ് വെച്ചിട്ടൊരു ഫോർമുല ഇട്ടു. മാച്ച് വെച്ചിട്ട് നമ്മൾ ആദ്യം ഈ ഡാറ്റയുടെ നമ്പർ എങ്ങനെ മാച്ച് വെച്ചെടുത്തു. ഈ രണ്ട് നമ്പറും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ വാല്യൂ ഒരു റെഫറൻസ് കോളത്തിൽ നിന്ന് എടുക്കാൻ സുഖമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ മാറ്റി കൊടുക്കണമെന്ന് വിചാരിച്ചോ. എംപ്ലോയി നമ്പർ 2 EMP 02 അടിച്ചെടുത്തു വിചാരിച്ചോ. കണ്ട, ഇപ്പോൾ എംപ്ലോയി നമ്പർ 2ൻ്റെ 4ാമത്തെ കോളം റിട്രീവായി. നമുക്ക് ഇത് കിട്ടി, തിരിച്ച് എടുക്കുന്നുണ്ട്. ഇത്ര മാത്രമാണ് മാച്ചും ഇൻഡെക്സും ഉപയോഗിക്കാനുള്ളത്. അതായത് നമുക്കറിയേണ്ടത് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സെല്ലിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഈ പൊസിഷൻ നമ്പർ കിട്ടുകയാണെങ്കിൽ വാല്യൂ ഇതിൽ നിന്ന് നമുക്ക് റിട്രീവ് ചെയ്യാം. മാച്ച് നമ്മൾ ഉപയോഗിക്കണത് ഏതെങ്കിലും വാല്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാം. നമുക്ക് ഇത് രണ്ടും മിക്സ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? നമുക്ക് സാധാരണ ഈ റോ നമ്പറും തന്നിട്ടില്ലേ, കോളം നമ്പറും തന്നിട്ടില്ലായിരിക്കും. പകരം നമുക്കൊരു വാല്യൂ തരികയാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ പറയണ അതിൻ്റെ ഒരു പൊസിഷനിലുള്ള ഒരു പ്രത്യേക കോളത്തിലുള്ളത് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇൻഡെക്സ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതിന് പകരം ആദ്യം ഇത് മാച്ച് ഇട്ടിട്ട് ഈ നമ്പറും പുറത്തേക്ക് എടുക്കും. റോ നമ്പറും കോളം നമ്പറും കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇൻഡെക്സ് ഇട്ട് ഫോർമുല ഇട്ടിട്ട് എമൗണ്ടുകൾ വരും. അങ്ങനെ പഠിക്കാനുള്ളത് അത്രേ ഉള്ളൂ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ സാലറി നമ്മൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലോ. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ അടിച്ചു നോക്കാം. ഇപ്പോൾ ഇവിടെയുള്ള എമൗണ്ട് മാറുണ്ടോ നോക്കാം. എൻ്റർ ചെയ്യാൻ പോകട്ടെ. അവിടെ എൻ്റർ ചെയ്തുകൊണ്ട് അപ്പോൾ എംപ്ലോയി 2ൻ്റെ നേരെ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വാല്യൂ ഏതാണ്? IT അല്ലേ. കണ്ട, അത് റിട്രീവ് ചെയ്തു. അതിന് വേണ്ടിയിട്ട് ഇതെന്താ ചെയ്ത് എംപ്ലോയിയുടെ ആദ്യം പോയിട്ട് ഇതിൻ്റെ റെഫറൻസ് നമ്പർ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 3ാമത്തെ കോളാണ്. ആ 3ാമത്തെ കോളം നമ്പർ കൊടുത്തു. ഈ രണ്ട് നമ്പറും നമ്മൾ മാച്ച് വെച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തുള്ള ഏതാണ്? ഇൻഡെക്സ് എന്നുള്ള ഫോർമുലയാണ്. ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഈ രണ്ട് വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കറക്റ്റ് വാല്യൂ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് ഫോർമുല പറ്റും. ഇനി നമ്മൾ അറിയാനുള്ളത് വാലിഡേഷൻ എന്തിനാണെന്നാണ്. വാലിഡേഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കല്ലേ. ഇവിടെ നമുക്ക് എംപ്ലോയി 3 നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം വാല്യൂ അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിന് പകരം ഇവിടെ നെയിം എന്നുള്ള എനിക്ക് അറിയണമെങ്കിൽ നെയിമിൻ്റെ കോളം നമ്പർ ഇങ്ങോട്ട് വരണമെങ്കിൽ, എന്നിട്ട് എനിക്കിപ്പോൾ നോക്കിക്കോ, ഈ എംപ്ലോയി നമ്പർ 3ൽ ആരെ പേരാന്ന് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഞാനിവിടെ നെയിം അടിച്ചു കൊടുക്കണം. കണ്ട, എംപ്ലോയി നമ്പർ 3ൽ നെയിം എന്നുള്ളതിൻ്റെ അടിയിൽ കൂൾ സ്മിത്ത് ആണ് ഇവിടെ വന്നു. കണ്ട, കരോൾ സ്മിത്ത് ആണ് വന്നിവിടെ. ഇതെങ്ങനെയാ വന്നു വെച്ച് കഴിഞ്ഞാൽ ഈ നെയിം ഇവിടെ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് 2ാമത്തെ കോളം എന്നുള്ള ഇവിടെ വന്നു. അപ്പോൾ ഇൻഡെക്സ് മാച്ച് പോയിട്ട് ഈ രണ്ട് വാല്യൂ കൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ട് അതിനുള്ള വാല്യൂ പുറത്തേക്ക് എടുക്കും. ഈ രണ്ട് സെല്ലിൻ്റെ പൊസിഷനും കൂടി എടുത്തിട്ട്. അപ്പം ഇങ്ങനെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഉള്ളതാണ് നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്? വാലിഡേഷൻ. വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ വാലിഡേഷൻ കൊടുക്കണത് വേറെ ഒന്നുമല്ല, അത് സിമ്പിളാണത്. ഇപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന വാലിഡേഷനാണ്. വാലിഡേഷൻ എന്തിനാണ് ഇവിടെ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റ് ചെയ്യണം. നമുക്ക് അതും ഇതും ഇങ്ങനെ അടിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല.
കണ്ട ഇവിടെ എറർ വരും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ വാലിഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള കൊടുത്തുള്ള ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ് വരിക. നമ്മൾ വാലിഡേഷൻ കൊടുക്കുന്നത് വെച്ചാൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ്. വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാലിഡേറ്റ് ചെയ്യുക. അതായത് നമ്മൾ കൊടുത്തുള്ള, നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തുള്ള കണ്ടീഷൻസിൽ അതിൽ ഡാറ്റ മാത്രമല്ല ഇതിൽ വരുള്ളൂ എന്ന് എൻഷുർ ചെയ്യുന്നതിനെയാണ് വാലിഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ കൊടുക്കും, ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കൊടുക്കും. അപ്പോൾ അതാണ് വാലിഡേഷൻ. അതിലുള്ളത് മാത്രം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എററൊന്നും വരില്ല. ഇപ്പോൾ ആരെങ്കിലും വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒന്നും അടിച്ചു കൊടുക്കില്ല. അങ്ങനെ അടിച്ചു കൊടുത്താൽ ഇവിടെ എറർ വരും. കണ്ടോ, ഇവിടെയൊക്കെ എറർ വരും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാലിഡേഷൻ കൊടുക്കുന്നത്. വാലിഡേഷൻ എവിടെ കൊടുക്കുക വെച്ചാൽ ഡാറ്റയിൽ പോവുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇവിടെ ലിസ്റ്റ് വരും. ഡാറ്റ സോഴ്സ് എടുക്കുക. ഇവിടെ അല്ലേ നമ്മൾ വാലിഡേഷൻ കൊടുക്കുന്നത്? ഈ എംപ്ലോയിയുടെ പേരുകളിൽ ഇത് റേഞ്ച് അങ്ങോട്ട് കൊടുക്കുക, ഒരു ഓക്കെ കൊടുക്കുക. ഇനി നോക്കിയേ, ഇപ്പം നമുക്ക് അതും ഇതൊന്നും ഇങ്ങനെ അടിച്ചു കൊടുക്കാൻ പറ്റില്ല. കണ്ട, അങ്ങനെ അടിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് എറർ കാണിക്കും. നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. കണ്ട, അപ്പോൾ ഈസി. നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ട. അതുപോലെ ഇവിടെയും നമ്മൾ ഇത് നമ്മൾ വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുക്കല്ലേ. സാലറി എന്നൊക്കെ പറഞ്ഞിട്ട് EMP നോക്ക്, EMPID. എന്തായാലും മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. കണ്ട, മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോളൊന്നും കൂടി ഉണ്ട്. കണ്ട, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് മിസ്റ്റേക്ക് വരുന്നതിന് പകരമാണ് നമ്മൾ വാലിഡേഷൻ കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായി സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെയും വാലിഡേഷൻ കൊടുക്കാൻ പോകണം. എടുക്കുക, ലിസ്റ്റ് ഇടാം. നമ്മൾ എവിടെ നിന്നാണ് വാലിഡേഷൻ എടുക്കുന്നത്? ഇവിടെ വെച്ചിട്ട് ഡാറ്റയിൽ വരിക. കണ്ടോ, ഡാറ്റയിൽ വരിക, വാലിഡേഷൻ വരിക. വാലിഡേഷൻ വന്നിട്ട് ഇതിൽ ലിസ്റ്റ് എടുക്കുക. എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് റേഞ്ച് കൊടുക്കുക. ഇത്രയാണ്ട് കൊടുത്തിട്ട് എൻ്റർ ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇവിടെയും വാലിഡേഷനായി. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ട. ഇതാണ് ഇതിൻ്റെ ഗുണം. ഇപ്പം നെയിം കൊടുത്തു, കണ്ട അവിടെ മാറും. ഇതാണ്. അപ്പം നമ്മളിവിടെ എംപ്ലോയി ID 3 കൊടുത്തു, നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക. മനസ്സിലായി? ഇത്രയേ ഉള്ളത്. നമ്മൾ എന്തൊക്കെ പഠിച്ച്? നമ്മൾ ഇൻഡെക്സ് പഠിച്ചു. ഇൻഡെക്സിൻ്റെ വാലിഡേഷൻ കഴിഞ്ഞു. മനസ്സിലായി? ഇനിയിപ്പോൾ നമ്മൾ അടുത്തേക്ക് കിടക്കണം. ഇതിൻ്റെ പൊതുവെ നമ്മളൊന്ന് ഓവർവ്യൂ നോക്കണം. ഇൻഡെക്സ് പഠിച്ചു. ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോ റെഫറൻസും കോളം റെഫറൻസും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള ഡാറ്റ എടുക്കാം. ഒരു റോയിലത്തെ ഡാറ്റ എടുക്കാം, ഒരു കോളത്തിലത്തെ ഡാറ്റ എടുക്കാം നമുക്ക് വേണമെങ്കിൽ. അല്ല, നമുക്ക് എൻ്റെ ടേബിളിലത്തെ ഡാറ്റയും പിക്ക് ചെയ്യാം, റോയും കോളം ഉണ്ടെങ്കിൽ. മാച്ചിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും വാല്യൂ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ, അതായത് എത്രാമത്തെ റോയിലാണ്, എത്രാമത്തെ കോളത്തിലാണ്, ഇതിപ്പോൾ ഇത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എത്രാമത്തെ കോളാണ് ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ മാച്ചും ഇൻഡെക്സും കൂടി യൂസ് ചെയ്ത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ തന്നു. വാല്യൂ തന്നു കഴിഞ്ഞാൽ ഈ എംപ്ലോയിയുടെ നെയിമും ഡിപ്പാർട്ട്മെൻറ്റും തന്നു കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ ഈ സാലറി ഹെഡിങ് കണ്ടുപിടിക്കാൻ പറയാം. നമുക്ക് ആ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എംപ്ലോയി ഐഡിയും ഡിപ്പാർട്ട്മെൻറ്റുള്ള ലിസ്റ്റും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല ഇൻഡെക്സ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ തന്ന ഡാറ്റയുടെ പൊസിഷൻസ് കണ്ടുപിടിക്കും. കാരണം എന്തിനാ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്? പൊസിഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ എംപ്ലോയി ID കൊടുത്തിട്ട് റോൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കും, 2 എന്നുള്ളത്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് 3ാമത്തെ ആണെന്നുള്ളത് കണ്ടുപിടിക്കും. അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. എന്നിട്ടത് നമ്മൾ ഇൻഡെക്സ് എന്നുള്ള ഫോർമുല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, കണ്ട ഇൻഡെക്സാണ്, ഇൻഡെക്സ് ഇട്ട് കൊടുത്താൽ ഇൻഡെക്സിൽ ഇത് 2 കൊടുക്കുക. ഇൻഡെക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേബിളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏത് ഡാറ്റ വേണമെങ്കിൽ റിട്രീവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ, അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെയ്താണ് ഇവിടെ ഈ ഡാറ്റ നമ്മൾ തരുന്നത് എംപ്ലോയി ID. ഇത് നമ്മൾ മാറ്റി അടിച്ചു കൊടുക്കണമെന്നായിരിക്കും മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അതിന് പകരം സിമ്പിളായിട്ട് ഇവിടെ ഒരു വാലിഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ടൈപ്പ് ചെയ്യണ മിസ്റ്റേക്ക് വന്ന്, കാരണം ഇവിടെ എറർ വരില്ല. ഇത്രയും മാത്രം നമ്മൾ ഇൻഡെക്സ്, മാച്ച്, പിന്നെ
ഇൻഡെക്സും മാച്ചും കൂടിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ മാച്ച് ചെയ്തത് കണ്ടുപിടിച്ച് പിന്നെ ഇൻഡെക്സ് ഇട്ടു, പിന്നെ വാലിഡേഷൻ, ഇവിടെ ലിസ്റ്റ് കൊടുക്കണം. ഇത്രയും അറിയാനുള്ളൂ നമുക്ക്. ശരി, എന്നാൽ എല്ലാവർക്കും താങ്ക്സ്.